സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തത് സർക്കാർ നേരത്തെ അറിഞ്ഞിരുന്നു. 2023 C&AG റിപ്പോർട്ടിലാണ് 9,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായി പണം തട്ടിയെടുത്തതായി കണ്ടെത്തിയത്. സർക്കാരിന് ഈ ഇനത്തിൽ 40 കോടിയിലധികം രൂപ നഷ്ടം വന്നുവെന്നും കണ്ടെത്തൽ. അതേസമയം തട്ടിപ്പ് നടത്തിയ ഗസറ്റഡ് റാങ്ക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യതയില്ല. 2022 കണക്കുകൾ പ്രകാരം 9,000-ലധികം സർക്കാർ ഉദ്യോഗസ്ഥരുകൾ അനധികൃതമായി പെൻഷൻ തുക വാങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ 400 പേരെ പുറത്താക്കിക്കൊണ്ട് പുതിയ പെൻഷൻ പട്ടിക പ്രഖ്യാപിച്ചു. ഈ പെൻഷൻ പട്ടികയിൽ പ്രകാരമാണ് സംസ്ഥാനത്ത് നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത്. അതിലാണ് 1458 പേരെ വീണ്ടും അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത്. മസ്റ്ററിംഗ് സമയത്തുണ്ടായ തിരിമറിയായിരിക്കാം ഇത്തരത്തിൽ അനധികൃതമായി വീണ്ടും ഉദ്യോഗസ്ഥർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതെന്നാണ് തദ്ദേശ വകുപ്പിന്റെയും ധനവകുപ്പിന്റെയും നിഗമനം. നിലവിൽ അനർഹരായി കണ്ടെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പട്ടിക അതത് വകുപ്പുകളിലേക്ക് ധനവകുപ്പ് കൈമാറിയിട്ടുണ്ട്. ഇവരിൽ നിന്നും അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചു പിടിക്കണമെന്നാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 40 കോടിയോളം രൂപ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ഇനത്തിൽ മാത്രം നഷ്ടം വന്നിട്ടുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന കണക്കുകൾ. അതേസമയം നിലവിൽ തട്ടിപ്പ് നടത്തിയ ഗസറ്റഡ് റാങ്ക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ല. അത്തരത്തിൽ ഒരു ശുപാർശയും ധനവകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പോ മുന്നോട്ട് വെക്കുന്നതുമില്ല. നിലവിൽ ഈ തുക തിരിച്ചു പിടിച്ച് വിവാദങ്ങൾ ഒതുക്കി തീർക്കുക എന്ന് മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള മാർഗം. ജനം, തിരുവനന്തപുരം.